നമസ്കാരം. +1 ജോഗ്രഫിയിലെ മൂന്നാമത്തെ അധ്യായം നീരൊഴുക്ക് വ്യൂഹം എന്നൊരു ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ 2 പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. ഉപദ്വീപീയ നീരൊഴുക്കിലെ നദീവ്യൂഹങ്ങൾ. ഉപദ്വീപീയ നീരൊഴുക്കിൽ അനേകം നദികൾ ഉൾപ്പെടുന്നു. അവയിൽ പ്രധാനപ്പെട്ടവയെ സംബന്ധിച്ച ലഘുവിവരണം ചുവടെ ചേർക്കുന്നു. ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവയിൽ നിന്നുമാണ് മഹാനദിയുടെ ഉദ്ഭവം. ഒഡീഷയിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന മഹാനദിക്ക് 851 കിലോമീറ്റർ നീളവും 1.42 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വൃഷ്ടിപ്രദേശവുമുണ്ട്. നദിയുടെ കീഴ്ഘട്ടം മാത്രമേ ഗതാഗത യോഗ്യമായുള്ളൂ. ഈ നദീതടത്തിൻ്റെ 53% മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമായി വ്യാപിച്ചു കിടക്കുന്നു. 47% ഭാഗം ഒഡീഷയിലാണ്. ഏറ്റവും വലിയ ഉപദ്വീപീയ നദീവ്യൂഹമായ ഗോദാവരി ദക്ഷിണ ഗംഗ എന്നും അറിയപ്പെടുന്നു. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്നുദ്ഭവിക്കുന്ന ഗോദാവരി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഇതിൻ്റെ പോഷക നദികൾ മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. 1465 കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന ഗോദാവരിയുടെ വൃഷ്ടിപ്രദേശത്തിൻ്റെ വിസ്തൃതി 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഇതിൻ്റെ 49% മഹാരാഷ്ട്രയിലും 20% മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ശേഷിക്കുന്ന ഭാഗം ആന്ധ്രാപ്രദേശിലുമായി വ്യാപിച്ചു കിടക്കുന്നു. പെൻഗംഗ, ഇന്ദ്രാവതി, പ്രാൺഹിത, മഞ്ചിര എന്നിവയാണ് പ്രധാന പോഷക നദികൾ. പോളവാരത്ത് നദി മനോഹരമായ ഗിരികന്ധര താഴ്വര സൃഷ്ടിക്കുന്നു. ഇതിനു തെക്കുള്ള ഭാഗങ്ങൾ വലിയ തോതിൽ പ്രളയ സാധ്യതയുള്ളവയാണ്. ഡെൽറ്റ ഭാഗങ്ങളിൽ മാത്രമാണ് ഗോദാവരി നദി ഗതാഗത യോഗ്യമായുള്ളത്. രാജമുന്ദ്രിക്ക് ശേഷം നദി ഡെൽറ്റ നിർമ്മിച്ചുകൊണ്ട് ധാരാളം ശാഖകളായി പിരിയുന്നു. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ രണ്ടാമത്തെ വലിയ നദിയായ കൃഷ്ണ സഹ്യാദ്രിയിലെ മഹാബലേശ്വരിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 1401 കിലോമീറ്റർ ദൂരത്തിലൊഴുകുന്ന കൃഷ്ണയുടെ പ്രധാന പോഷക നദികളാണ് കൊയ്ന, തുംഗഭദ്ര, ഭീമ എന്നിവ. കൃഷ്ണയുടെ വൃഷ്ടിപ്രദേശത്തിൻ്റെ 27% മഹാരാഷ്ട്രയിലും 44% കർണാടകത്തിലും 29% ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമാണ്. കർണാടകത്തിലെ കൊടക് ജില്ലയിൽ ബ്രഹ്മഗിരി കുന്നുകളിൽ 1341 മീറ്റർ നിന്നുമാണ് കാവേരി നദി ഉദ്ഭവിക്കുന്നത്. 800 കിലോമീറ്റർ നീളമുള്ള നദിയുടെ നദീതടം 81,155 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതമാണ്. നദിയുടെ വൃഷ്ടിപ്രദേശത്തിൻ്റെ ഉപരിഭാഗങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തും കീഴ്ഭാഗങ്ങളിൽ വടക്കുകിഴക്കൻ മൺസൂൺ കാലങ്ങളിലും മഴ ലഭിക്കുന്നതിനാൽ മറ്റ് ഉപദ്വീപീയ നദികളെ അപേക്ഷിച്ച് വർഷത്തിലുടനീളം നീരൊഴുക്കിൽ കാര്യമായ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാറില്ല. കാവേരി തടത്തിൻ്റെ 3% കേരളത്തിലും 42% കർണാടകത്തിലും 56% തമിഴ്നാട്ടിലുമാണ്. കബനി, ഭവാനി, അമരാവതി എന്നിവയാണ് പ്രധാന പോഷക നദികൾ. അമർകന്തക് പീഠഭൂമിയുടെ പടിഞ്ഞാറൻ ചെരുവിൽ 1057 മീറ്റർ ഉയരത്തിൽ നിന്നുമാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. വടക്ക് വിന്ധ്യാപർവ്വതത്തിനും തെക്ക് സത്പുര പർവ്വതത്തിനുമിടയിലുള്ള ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഈ നദി മാർബിൾ ശിലയിൽ മനോഹരമായ ഗിരികന്ധര താഴ്വര സൃഷ്ടിക്കുന്നു. കൂടാതെ ജബൽപൂരിനടുത്ത് ധുവാന്തർ വെള്ളച്ചാട്ടവും നിർമ്മിച്ചുകൊണ്ട് ഒഴുകുന്നു. 1312 കിലോമീറ്റർ ഒഴുകി ഭറൂച്ചിന് തെക്കായി 27 കിലോമീറ്റർ നീളത്തിൽ വിശാലമായ അഴിമുഖം സൃഷ്ടിച്ചുകൊണ്ട് അറബിക്കടലിൽ പതിക്കുന്നു. 98,796 ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശമുള്ള നർമ്മദ നദിയിലാണ് സർദാർ സരോവർ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. പടിഞ്ഞാറോട്ടൊഴുകുന്ന മറ്റൊരു പ്രധാന നദിയായ താപ്തി മധ്യപ്രദേശിലെ ബേട്ടൂർ ജില്ലയിലെ മുൾത്തായിൽ നിന്നും ഉത്ഭവിക്കുന്നു. 724 കിലോമീറ്റർ നീളമുള്ള താപ്തി നദിയുടെ നദീതടം 65,145 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതമാണ്. താപ്തി നദീതടത്തിൻ്റെ 79% മഹാരാഷ്ട്രയിലും 15% മധ്യപ്രദേശിലും ശേഷിക്കുന്ന 6% ഗുജറാത്തിലുമാണ്. അരാവലിക്ക് പടിഞ്ഞാറായുള്ള രാജസ്ഥാനിലെ ഏറ്റവും വലിയ നദീവ്യൂഹമാണ് ലൂണി. പുഷ്കറിനടുത്ത് നിന്നുദ്ഭവിക്കുന്ന സരസ്വതി, സബർമതി എന്നീ 2 ശാഖകൾ അരാവലി നിരകൾ കടന്ന് ഗോവിന്ദ് ഖണ്ഡിൽ സംഗമിക്കുന്നതോടെ ലൂണി നദി രൂപം കൊള്ളുന്നു. തെൽവാരെ വരെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ലൂണി പിന്നീട് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് റാൻ ഓഫ് കച്ചിൽ ചേരുന്നു. ഈ നദീവ്യൂഹത്തിൽ മഴക്കാലത്ത് മാത്രമാണ് നീരൊഴുക്ക് ഉള്ളത്. അടുത്തതായി പടിഞ്ഞാറോട്ടൊഴുകുന്ന ചെറുനദികൾ.
അറബിക്കടലിലേക്ക് ഒഴുകുന്ന മിക്ക നദികളും താരതമ്യേന ചെറുതാണ്. ഇവയ്ക്ക് ദൈർഘ്യം കുറയാത്തത് എന്തുകൊണ്ടായിരിക്കും? ഗുജറാത്തിലെ അമേലി ജില്ലയിൽ ദൽക്കവായിൽ നിന്നുത്ഭവിക്കുന്ന ക്ഷേത്രുണി ജി ഇത്തരത്തിലൊരു ചെറുനദിയാണ്. ഭദ്ര നദി രാജ്കോട്ട് ജില്ലയിലെ അന്യാലി ഗ്രാമത്തിൽ നിന്നും ആരംഭിക്കുന്നു. പഞ്ചമഹൽ ജില്ലയിൽ ഗണ്ടാർ ഗ്രാമത്തിൽ നിന്നുമാണ് ദാദർ നദി ആരംഭിക്കുന്നത്. സബർമതിയും മാഹിയുമാണ് ഗുജറാത്തിലെ രണ്ട് പ്രധാന നദികൾ. നാസിക് ജില്ലയിലെ ത്രയംബക കുന്നുകളിൽ 670 മീറ്റർ ഉയരത്തിൽ നിന്നുമാണ് വൈതർണ നദിയുടെ ആരംഭം. കാളിന്തി നദി ബെൽഗാം ജില്ലയിൽ നിന്നും ആരംഭിച്ച് കാർവാർ ഉൾക്കടലിൽ പതിക്കുന്നു. 161 കിലോമീറ്റർ ദൂരം ഒഴുകുന്ന ബേഡ്തി നദി ഹുബ്ലി, ധാർവാറിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. കർണാടകത്തിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഒരു പ്രധാന നദിയാണ് ശരാവതി. ശിവമോഗ ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശരാവതി നദിക്ക് 2209 ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശമുണ്ട്. ഗർസൊപ്പ അല്ലെങ്കിൽ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതി നദി കർണാടകയിലാണ്. ഗോവയിലെ രണ്ട് പ്രധാന നദികളാണ് മണ്ഡോവി നദിയും ജുവാരി നദിയും. കേരളത്തിലെ നീളമേറിയ നദിയായ ഭാരതപ്പുഴ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഇവിടെ +1 നീളമേറിയ നദി എന്ന് പറഞ്ഞ് ഭാരതപ്പുഴയാണ്. നമ്മൾ PSC സാധാരണ പഠിക്കുന്നത് നീളമുള്ള നദി ഏതാണ്? കേരളത്തിലെ പെരിയാറാണ്. പൊന്നാനിപ്പുഴ എന്നും അറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ നദീതടം 5397 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതമാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയായ പെരിയാറിന് 5243 ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശമാണുള്ളത്. ഭാരതപ്പുഴയുടെയും പെരിയാറിൻ്റെയും വൃഷ്ടിപ്രദേശം വിസ്തൃതിയിൽ നേരിയ വ്യത്യാസമാണുള്ളത്. കേരളത്തിലെ മറ്റൊരു പ്രധാന നദിയായ പമ്പ 177 കിലോമീറ്റർ ഒഴുകി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. അടുത്തതായി പടിഞ്ഞാറോട്ടൊഴുകുന്ന ചെറു നദികളും അവയുടെ വൃഷ്ടിപ്രദേശങ്ങളും നോക്കാം. നദി സബർമതി 21,674 ചതുരശ്ര കിലോമീറ്റർ, മാഹി 34,842 ചതുരശ്ര കിലോമീറ്റർ, ദാൻദർ 2,770, കാളി നദി 5,179, ശരാവതി 2029, ഭാരതപ്പുഴ 5,397, പെരിയാർ 5,243 ചതുരശ്ര കിലോമീറ്റർ. അടുത്തതായി ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും തമ്മിലുള്ള താരതമ്യം. ഉത്ഭവസ്ഥാനം: ഹിമാലയൻ നദികൾ ഹിമാനികൾ നിറഞ്ഞ ഹിമാലയ പർവ്വതത്തിലാണ്. ഉപദ്വീപീയ നദികൾ ഉപദ്വീപീയ പീഠഭൂമിയും മധ്യ ഉന്നതതടവും. നീരൊഴുക്കിൻ്റെ സ്വഭാവം: വറ്റാത്തവയാണ് ഹിമാലയൻ നദികൾ. ഹിമാനികളിൽ നിന്നും മഴയിൽ നിന്നും അവയ്ക്ക് വെള്ളം ലഭിക്കുന്നു. ഉപദ്വീപീയ നദികൾ കാലികമാണ്, മൺസൂൺ മഴയെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി നീരൊഴുക്കിൻ്റെ തരം. സമതല പ്രദേശങ്ങളിൽ വൃക്ഷശിഖര മാതൃക തീർക്കുന്ന പൂർവ്വകാലീന നീരൊഴുക്ക്. ഉപദ്വീപീയ നദികൾ ജാലായുധ, കേന്ദ്രപ്രഭവ, ചതുരാകൃതി മാതൃകകൾക്ക് കാരണമായ അധ്യാരോഹിത പുനരുജ്ജീവന രീതികൾ. നദിയുടെ പ്രകൃതം: നീളമേറിയ ചാലുകൾ ദുർഘടമായ പർവ്വതങ്ങളിലൂടെ ഒഴുകുമ്പോൾ ശീർഷതല അപരദനം, നദീ അപഹരണം, സമതലങ്ങളിൽ വലയങ്ങൾ രൂപപ്പെടൽ, ഗതിമാറി ഒഴുകൽ എന്നിവ ഹിമാലയൻ നദികളിൽ അനുഭവപ്പെടുന്നു. ഉപദ്വീപീയ നദികൾ കൃത്യമായി ക്രമീകരിക്കപ്പെട്ട താഴ്വരകളോടുകൂടിയ ചെറുതും സ്ഥിരതയുള്ളതുമായ ചാലുകളാണ്. വൃഷ്ടിപ്രദേശം: വളരെ വിസ്തൃതമായ തടങ്ങളാണ് ഹിമാലയൻ നദികൾക്കുള്ളത്. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ തടങ്ങളാണ് ഉപദ്വീപീയ നദികൾക്ക്. നദിയുടെ പ്രായം: താഴ്വരകളുടെ ആഴം വർദ്ധിപ്പിക്കുന്ന യുവത്വഘട്ടത്തിലുള്ള തീവ്ര ശക്തിയുള്ള നീരൊഴുക്കാണ് ഹിമാലയൻ നദികൾക്ക്. ഉപദ്വീപീയ നദികൾ അപക്ഷയത്തിലൂടെ ഏറെക്കുറെ നിരപ്പായ തലത്തിൽ എത്തിച്ചേർന്ന പ്രായാധിക്യമുള്ള നദികളാണ്. അടുത്തത് കിഴക്കോട്ടൊഴുകുന്ന ചെറുനദികൾ. കിഴക്കോട്ടൊഴുകുന്ന ധാരാളം ചെറുനദികളുണ്ട്. ഇവ ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നു. ചെറുതാണെങ്കിലും ഇവ പ്രധാനപ്പെട്ടവയാണ്. സുബർണരേഖ, ബൈതർണി, ബ്രാഹ്മണി, വംശധാര, പെണ്ണാർ, പാലാർ, വൈഗൈ എന്നിവയാണ് പ്രധാനപ്പെട്ട നദികൾ. ഇനി കിഴക്കോട്ടൊഴുകുന്ന ചെറുനദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ. സുബർണരേഖ 19,296, വൈതർണി 12,789, ബ്രാഹ്മണി 39,033, പെണ്ണാർ 55,213, പാലാർ 17,870 ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശമുണ്ട്. നദീ നീരൊഴുക്ക് ക്രമം. നദികളിൽ വർഷം മുഴുവൻ ഒഴുകുന്ന ജലത്തിൻ്റെ അളവ് ഒരുപോലെയല്ല. ഇത് ഋതുക്കൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു വർഷക്കാലയളവിൽ നദിയിലെ നീരൊഴുക്കിൻ്റെ പൊതു സ്വഭാവമാണ് നദീ നീരൊഴുക്ക് ക്രമം. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ വറ്റാത്ത നദികളാണ്. കാരണം അവയ്ക്ക്
ഹിമാനികളിൽ നിന്ന് മഞ്ഞുരുകിയും മഴക്കാലത്ത് മഴയിൽ നിന്നും ജലം ലഭിക്കുന്നു. ദക്ഷിണേന്ത്യൻ നദികൾ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നവയല്ലാത്തതിനാൽ അവയുടെ നീരൊഴുക്ക് ക്രമത്തിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്നു. മൺസൂൺ മഴക്കാലത്ത് നീരൊഴുക്ക് ക്രമാനുഗതമായി വർദ്ധിച്ചുവരുന്നു. അതിനാൽ ദക്ഷിണേന്ത്യൻ നദികളുടെ നീരൊഴുക്ക് ക്രമം ലഭിക്കുന്ന മഴയുടെ അളവിനനുസൃതമായി നിയന്ത്രിക്കപ്പെടുന്നു. ഉപദ്വീപീയ പീഠഭൂമിയിലെ മഴ ലഭ്യത ഓരോ പ്രദേശത്തും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു നദിയിലൂടെ ഒഴുകുന്ന ജലത്തിൻ്റെ അളവാണ് നീരൊഴുക്കിൻ്റെ തോത്. ഇത് ഒരു സെക്കൻഡിൽ എത്ര ഘന അടി അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ഘനമീറ്റർ എന്ന ഏകകത്തിൽ കണക്കാക്കുന്നു. ഗംഗാ നദിയിൽ ഏറ്റവും കുറഞ്ഞ നീരൊഴുക്ക് ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിലാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലായിരിക്കും പരമാവധി നീരൊഴുക്ക് കാണുന്നത്. മഴക്കാലത്ത് ഗംഗാനദിക്ക് മൺസൂൺ ക്രമമായിരിക്കും. സെപ്റ്റംബറിന് ശേഷം നീരൊഴുക്കിൽ കുറവ് അനുഭവിക്കുന്നു. വേനലിൻ്റെ ആരംഭത്തിൽ തന്നെ മഞ്ഞുരുകുന്നതിനാൽ മൺസൂൺ മഴ വരുന്നതിനു മുമ്പ് തന്നെ ഗംഗാനദിയിൽ വളരെ ശക്തിയായ നീരൊഴുക്കുണ്ടാകുന്നു. ഫറാക്കയിൽ ഗംഗാനദിയിലെ ശരാശരി വീതി കൂടിയ നീരൊഴുക്ക് ഏതാണ്ട് 55,000 ക്യൂസെക്സ് ആണ്. അതേസമയം ശരാശരി കുറഞ്ഞ നീരൊഴുക്ക് വെറും 1300 ക്യൂസെക്സ് ആണ്. ഹിമാലയൻ നദികളുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ട് ഉപദ്വീപീയ നദികൾ അവയുടെ നീരൊഴുക്ക് ക്രമത്തിൽ ശ്രദ്ധേയമായ വ്യത്യാസം കാണിക്കുന്നു. ജനുവരി മുതൽ ജൂലൈ വരെ നർമ്മദയിലെ നീരൊഴുക്കിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ഇത് ഓഗസ്റ്റ് മാസത്തിൽ വളരെ പെട്ടെന്ന് ഉയർന്ന് പരമാവധി അളവിൽ എത്തുന്നു. ഓഗസ്റ്റ് മാസത്തിലെ നീരൊഴുക്കിൻ്റെ ഉയർച്ചയും ഒക്ടോബർ മാസത്തിലെ നീരൊഴുക്കിൻ്റെ അളവിൻ്റെ താഴ്ചയും ശ്രദ്ധേയമാണ്. ഗരുഡേശ്വറിലെ പരമാവധി നീരൊഴുക്ക് 2300 ക്യൂസെക്സ് രേഖപ്പെടുത്തുമ്പോൾ കുറഞ്ഞ നീരൊഴുക്ക് 15 ക്യൂസെക്സ് മാത്രമാണ്. ഗോദാവരി നദിയിൽ മെയ് മാസത്തിലാണ് ഏറ്റവും കുറവ് നീരൊഴുക്ക് ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും. ഓഗസ്റ്റിന് ശേഷം നീരൊഴുക്കിൽ വലിയ തോതിലുള്ള കുറവുണ്ടാകുമെങ്കിലും ഒക്ടോബറിലെയും നവംബറിലെയും നീരൊഴുക്ക് ജനുവരി മുതൽ മെയ് വരെയുള്ള ഏതൊരു മാസത്തിനേക്കാളും കൂടുതലായിരിക്കും. ഗോദാവരിയിൽ പോളാവാരത്തെ ശരാശരി ഉയർന്ന നീരൊഴുക്ക് 3200 ക്യൂസെക്സ് ആണ്. അതേസമയം ശരാശരി കുറഞ്ഞ നീരൊഴുക്ക് വെറും 50 ക്യൂസെക്സ് മാത്രമാണ്. ഈ കണക്കുകൾ നീരൊഴുക്ക് ക്രമത്തെ സംബന്ധിച്ച് അറിവ് നൽകുന്നു. നദീജലത്തിൻ്റെ ഉപയോഗക്ഷമത. ഓരോ വർഷവും ഇന്ത്യൻ നദികൾ ഭീമമായ അളവിൽ ജലം വഹിക്കുന്നു. പക്ഷേ ഇതിൻ്റെ അളവ് കാലങ്ങൾക്കനുസരിച്ചും പ്രദേശങ്ങൾക്കനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വർഷം മുഴുവൻ ജലസമൃദ്ധമായ വറ്റാത്ത നദികളും അതേസമയം വരണ്ട കാലത്ത് വളരെ കുറവ് ജലം മാത്രമുള്ള വറ്റിപ്പോകുന്ന നദികളുമുണ്ട്. വെള്ളപ്പൊക്കത്താലും കടലിലേക്ക് ഒഴുകുന്നതിനാലും മഴക്കാലങ്ങളിൽ വളരെയധികം ജലം പാഴായിപ്പോകുന്നു. ഇതുപോലെ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് പ്രളയം സംഭവിക്കുമ്പോൾ മറുഭാഗത്ത് വരൾച്ച മൂലം ബുദ്ധിമുട്ടുന്നു. അപ്പോൾ ഇത്രയാണ് +1 ജിയോഗ്രഫിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ നീരൊഴുക്ക് വ്യൂഹം. ഇതിൻ്റെ ആദ്യത്തെ 2 പാർട്ടുകൾ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും നന്നായിട്ട് കാണുക. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്ററാണ്. നദികളുടെ വൃഷ്ടിപ്രദേശം, ഓരോ നദികളുടെയും പോഷക നദികൾ, ഇതൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.